എല്ലാമാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്റെ ദൈവം എല്ലാമാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകടിയിൽ. ഏഴലിൻ ഭാരം നിത്യം ചുമക്കുന്നതാ ഏതുനേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ. ഏഴലിൻ ഭാരം നിത്യം ചുമക്കുന്നതാ ഏതുനേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ. നാമോരാവർണ്ണിച്ചിടാൻ നന്മയോരോന്നും നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ. നാമോരാവർണ്ണിച്ചിടാൻ നന്മയോരോന്നും നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകടിയിൽ. നാലാമത്തെ കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ദൈവമായുള്ള കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ആദ്യം കണ്ടത് ഏതായിരുന്നു? വീണ്ടും ജനനം. രണ്ടാമത് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അത്യാവശ്യമാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് ഒരു പുതിയ മനുഷ്യനെ നാം ധരിച്ചുകൊള്ളണം. പുതിയ മനുഷ്യനായി മാറണമെങ്കിൽ നമുക്ക് പുതുക്കം പ്രാപിക്കണം. നാലാമത്തെ കാര്യം, നാം ദൈവമായിട്ടുള്ള കൂട്ടായ്മ വളരെ അത്യാവശ്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയും. നമ്മൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പരസ്പരം നമുക്ക് ദൈവത്തെ ഒന്ന് അടുത്ത് അറിയാൻ കഴിയും. ഇപ്പോൾ എനിക്ക് സുൽത്താൻ്റെ അറിയത്തില്ലെങ്കിൽ ഒരു പുറമേൽ കാണാൻ കഴിയും. കുഴപ്പമില്ല, ആൻറ്റി കൊള്ളാം, കാണാൻ കൊള്ളാം, ആൻറ്റിയുടെ പ്രാർത്ഥന കൊള്ളാം, ആൻറ്റിയുടെ ജീവിതം കൊള്ളാം. പക്ഷേ ആൻറ്റിയുടെ ഭവനത്തിൽ കടന്നു പോയി ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആൻറ്റി ചെയ്യണം. ആൻറ്റിയുടെ വീട്ടിൽ പോകണം. ആൻറ്റിയുടെ സമയം ചെലവഴിച്ചാൽ മാത്രമേ ആൻറ്റി പോയിക്കും നമുക്ക് കഴിച്ചിട്ട് പോകാൻ. അങ്ങനെ കഴിക്കുമ്പോൾ മാത്രമേ എന്താകും, ആൻറ്റി സമയം അല്ലെങ്കിൽ എന്താ പാചകം വളരെ നന്നായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഞാൻ ഇത്രയും പറഞ്ഞത്, ഒരു മനുഷ്യരോട് ഇടപഴകുമ്പോൾ മാത്രമേ എത്രത്തോളം നമുക്ക് അടുത്ത് നമ്മൾ പോകുന്നുണ്ടോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മ എല്ലാ വിശ്വാസികളും വളരെ വളരെ അത്യാവശ്യമുണ്ട്. ബൈബിളും അത് തന്നെ നമുക്ക് പറയും. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അതിന്റെ 9-ാം വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ ആ വിശ്വസ്തൻ നമ്മുടെ ജീവിതത്തിൽ പുലർത്തണമെങ്കിൽ നമുക്ക് ആരുടെ അടുത്താണ് കൂട്ടായ്മ വേണം? വചനം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമുക്ക് തന്റെ പുത്രനെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പുത്രന്റെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോ ദൈവമായിട്ടുള്ള കൂട്ടായ്മ എത്ര ആവശ്യം. ഒരു വിശ്വാസിക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ ഇടപഴകുന്നത് നമ്മുടെ ജോലി സ്ഥലമോ മനുഷ്യരോ അല്ല. നമുക്ക് ഇടപഴകാം, പക്ഷെ എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. അതിനെ കാട്ടിലും എൻ്റെ ഏറ്റവും അടുത്ത സുഖത്തെ കാട്ടിലും എൻ്റെ കൂട്ടായ്മ ദൈവമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ ഒരു നാളും കൈവിടത്തില്ല. വചനം അവൻ വിശ്വസ്തനാണ്. ദൈവം തന്റെ വചനത്തിൽ വാക്കുറച്ചവൻ വിശ്വസ്തനാണ്. അത് ഒരു നാളും അത് മാറത്തില്ല. അടുത്ത വാക്യം വായിക്കാൻ 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വാക്യങ്ങൾ. ഇവിടെ യോഹന്നാൻ എന്ന ശിഷ്യൻ എഴുതിയ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. വിശ്വാസികൾ പറയുമ്പോൾ നിങ്ങൾ നമ്മളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എന്താണ്? നിങ്ങളുടെ അറിയിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയോ. ആരാണ്? യോഹന്നാൻ പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടോ ആകുന്നു. ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ട്, സകല മനുഷ്യരെല്ലാവരും ഉണ്ട്. പക്ഷേ
സ്ഥലത്തിൽ അതിനെക്കാട്ടിലും ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പിതാവിനോടും അവന്റെ പുത്രൻ യേശു ക്രിസ്തുവിനോടും ഞങ്ങളുടെ കൂട്ടായ്മ ആകുന്നു. അപ്പോ ഒരു വിശ്വാസിക്ക് കൂട്ടായ്മ എത്ര ആവശ്യം? ആ കൂട്ടായ്മ ആയിരിക്കണം പിതാവിനോടും ദൈവം തന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോടും കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങളും നന്മകളും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എന്റെ കൂട്ടായ്മ ദൈവത്തോട് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് കർത്താവ് എന്ത് ചെയ്യും? എന്നോട് പങ്കുവെക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ അബ്രഹാം കുറിച്ച് ദൈവം പറഞ്ഞതാണ്, ഞാൻ ചെയ്യുവാൻ ഇരിക്കുന്നത് ഞാൻ അബ്രഹാമോട് മറയ്ക്കുമോ, ഞാൻ മറച്ചു വെക്കുമോ എന്ന് ദൈവം ചോദിച്ചു. എന്നാൽ വചനം അബ്രഹാം ആരാണ്? ദൈവത്തിന്റെ സ്നേഹിതൻ. കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഒരു വിശ്വാസിയായി നീക്കുവാനല്ല, ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി മാറണമെന്ന് ദൈവം സകലരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ചെയ്യാൻ പോയ കാര്യത്തെ അവർക്ക് മറച്ചു വെക്കുമോ എന്ന് ദൈവം പറഞ്ഞിട്ട് ഇത് ചെയ്ത് അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് സോദോം ഗൊമോറയാണ് നശിപ്പിക്കാൻ പോണേ എന്ന് പറഞ്ഞപ്പോൾ ആ സോദോം ഗൊമോറ നശിപ്പിക്കണ എന്ന് പറഞ്ഞത് അബ്രഹാം എന്ത് ചെയ്ത് ദൈവത്തോട് ചോദിച്ച്, കർത്താവേ, ആ ദേശത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കുമോ? പറയട്ടെ, നമ്മൾ ആരെങ്കിലും ദേശത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമെങ്കിൽ കർത്താവ് നമ്മളോട് പറയാത്തത് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് അത്രത്തോളം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തോടുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആ കർത്താവ് നമ്മളോട് സംസാരിക്കും. പക്ഷെ നാളെ നമ്മുടെ ദേശത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി നിങ്ങൾ നാടുമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ 2024 നമുക്ക് നഷ്ടപ്പെട്ടത് ഈ 2025 പ്രാപിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ഇത് പ്രാധാന്യം കൊടുക്കണം. മനുഷ്യരോടുള്ള കൂട്ടായ്മ നമ്മൾ അതൊക്കെ നശിച്ചു പോകും. അതൊക്കെ ടെമ്പററിയാണ്. നിങ്ങൾ എത്ര സ്നേഹിച്ചാലും എത്ര കൊടുത്താലും ഞാൻ പറയട്ടെ, അത് ഒരു നാൾ അവസാനിക്കും. പക്ഷെ നിങ്ങൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നിങ്ങൾ ആദ്യം നോക്ക്. ആ കൂട്ടായ്മയുടെ ആ കർത്താവിന്റെ സ്നേഹത്തിനും കർത്താവിന്റെ എന്താ പറയുക മനസ്സിനും നമുക്ക് അധികമായി അറിയുവാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കർത്താവ് അബ്രഹാമിന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അവൻ ഇതുവഴി നിന്ന് ആ ദേശത്തെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദിക്കുവാനിടയായി. അവസാനം അബ്രഹാം പറഞ്ഞു, ഞാൻ ഇതോ ദൈവത്തോട് സംസാരിക്കുവാൻ എന്താണ് ഈ ഉൾഭാഷണത്തെ എന്നെ ക്ഷമിക്കണം ദൈവമേ, ആ ദേശത്തിൽ 10 നീതിമാൻ ഉണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. 50 ആരംഭിച്ചാൽ അവസാനം എത്ര എത്തിച്ച്? 10 എത്തിച്ച്. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവ് എന്ത് ചെയ്യണം? നമ്മുടെ രക്ഷയുടെ പദ്ധതി കർത്താവ് ഒരുക്കി ദൈവ മക്കളായി മാറ്റി അവന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. നമുക്ക് എല്ലാം ദൈവം ചെയ്തിട്ടും പക്ഷെ ഇന്ന് നമുക്ക് എന്താണ്? ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നമുക്ക് എന്തുണ്ട്? പരാജയമാണ്. പക്ഷെ ഇവിടെ വചനം പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രൻ യേശു ക്രിസ്തുവിനോടൊപ്പം ആകുന്നു. അതേ 1 യോഹന്നാൻ പറയുന്നത്, നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്റ്റ് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. പിന്നെയും ഇവിടെയും എടുത്തു പറയുന്നത് എന്താണ്? അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്റ്റ് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഞാൻ പറയുന്നില്ല, ദൈവത്തിന്റെ വചനം പറയുന്നതാണ്. ഈ വചനം എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വചനം വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ തർക്കിക്കുന്നുണ്ട്, എനിക്ക് കൂട്ടായ്മ ഉണ്ട്, എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്റ്റ് പറയും. ആ ദൈവത്തിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന വ്യക്തിയായി മാറണം.
നാം എന്ത് ചെയ്യണം? ദൈവത്തോട് കൂട്ടായ്മ കൊണ്ട് പിന്നെ നമ്മളുടെ സ്വഭാവം ആ പഴയ മനുഷ്യനെ പിടിച്ചുകൊണ്ട് അവൻ എന്താ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വരുന്നത് ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്റ്റ് പറയുന്ന സത്യം പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കൂട്ടായ്മ ദൈവത്തോട് ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ ആശീർവാദങ്ങൾ, ദൈവത്തിന്റെ മനസ്സ് നമുക്ക് അറിയുവാൻ കഴിയും. അപ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മ എത്രയും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കണം. ഓക്കെ, അഞ്ചാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് അത്യാവശ്യമാണ്. നാം ദൈവമക്കൾ എന്ന് നാം പറയുമ്പോൾ നമുക്ക് എന്താ ആവശ്യം? ദൈവത്തിന്റെ സമാധാനമാണ്. നമ്മുടെ സമാധാനം ആരാണ്? ക്രിസ്തുവാണ്, യേശുവാണ്. എന്നാൽ കർത്താവിന്റെ ജനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദൈവം ആരാണ്? സമാധാന പ്രഭുവാണ്. വായിക്കാം യോഹന്നാൻ 14-ാം അധ്യായം അതിൽ 27-ാം വാക്യം. നമുക്ക് സമാധാനം നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ട, സമാധാനം നമുക്ക് രണ്ട് വിധമായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതായത് നമ്മുടെ മുൻപിലുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. അതേസമയം നമ്മുടെ മുൻപിൽ പ്രതികൂലം ഉണ്ടെങ്കിലും ആ പ്രതികൂലത്തിന്റെ ഇടയിലും നമുക്ക് സമാധാനത്തോട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷെ ആ സമാധാനം തരുന്നത് ആരാണ്? ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടെങ്കിലും അവിടെ നമുക്ക് സമാധാനം നൽകുന്നത് ദൈവം തന്നെയാണ്. എന്തുകൊണ്ട്? നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ്. അവൻ നമ്മുടെ സമാധാനത്തോട് വഴി നടത്തുമെന്ന് നാം ചിന്തിക്കും, അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂലം ഉണ്ടെങ്കിലും അവിടെ നമുക്ക് സമാധാനത്തോട് നമുക്ക് കിടന്നു ഉറങ്ങുവാൻ കഴിയും. നമുക്ക് സമാധാനത്തോട് അതിനെ നേർക്കൊള്ളുവാൻ കഴിയും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരണം. ലോകം തരുന്നതുപോലല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്കരുത്, ഭ്രമിക്കുകയും അരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകം കൊടുക്കുന്ന സന്തോഷമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എന്റെ സമാധാനത്തെ ഞാൻ നിങ്ങൾക്ക് തന്നില്ല, തന്നേച്ച് പോകും. അതിനർത്ഥം കർത്താവ് നമുക്ക് സമാധാനം നൽകിയിട്ടുണ്ട്, കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് എടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? എനിക്കുമുണ്ട്. എന്റെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദി ഞാനാണ്. കർത്താവ് തന്നിച്ച് പോകുന്നു, അത് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതികൂലം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്, നിങ്ങൾ എന്റെ സമാധാനത്തെ വിളിച്ചേക്ക്. അപ്പോൾ നമ്മളുടെ കർത്താവ് കർത്താവ് നൽകിയിട്ടുണ്ട്. ആ സമാധാനത്തെ നാം മുറുകെ പിടിക്കണം. നമുക്കറിയാം, ഫിലിപ്പിയ സഭയ്ക്ക് അവർ കടന്നുപോയ സാഹചര്യത്തിൽ പൗലോസ് ആ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ വാക്യമുണ്ട്. നമുക്ക് വായിക്കാം. 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഇവിടെ പൗലോസ് എടുത്തു പറയുന്നുണ്ട്, എന്നാൽ സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അപ്പോൾ ആ ഫിലിപ്പിയ സഭ അല്ലെങ്കിൽ ആ ഫിലിപ്പിയ സഭ എന്ത് ചെയ്ത് ഒരു പ്രതികൂലത്തിൽ കടന്നുപോയപ്പോൾ അവിടെ പൗലോസ് എടുത്തു പറയുന്നത്, എല്ലാം സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ശരി, നമ്മള് പ്രതികൂലം വരുമ്പോൾ അവിടെ സമാധാനം ദൈവം നൽകുമെങ്കിൽ പറയട്ടെ, ആ സമാധാനം എന്നേക്കും നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ പ്രതികൂലത്തെ നമുക്ക് മറികടക്കുവാൻ കഴിയും. ഏറ്റവും അവസാനമായി നാം കാണേണ്ടത്, നാം കർത്താവിന്റെ സന്തോഷം നമുക്ക് ആവശ്യമാണ്. ആവശ്യം എന്ന് പറയുമ്പോൾ അത്യാവശ്യമായി നമ്മൾ കർത്താവിന്റെ സന്തോഷത്തിൽ നാം എപ്പോഴും ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശ്വാസി ദൈവത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വളർന്നുമെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യണം? ആദ്യം വീണ്ടും ജനനം പ്രാപിക്കണം, 2 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, 3 അവൻ ഒരു പുതിയ സൃഷ്ടിയായി അല്ലെങ്കിൽ പുതിയ മനുഷ്യനായി മാറണം, അല്ലെങ്കിൽ പുതിയ മനുഷ്യനെ അവൻ തറിക്കണം. 4 ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് വളരെ അത്യാവശ്യമാണ്. 5 നമ്മൾ കണ്ടതാണ് ക്രിസ്തുവിൽ സമാധാനം. 6
ക്രിസ്തുവിൽ നമുക്ക് സന്തോഷം. നമുക്ക് വായിക്കാം. ഒരു പഴയ നിയമത്തിൽ നെഹെമ്യയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. 8-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഈ നമുക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ലോകം കൊടുക്കുന്ന സന്തോഷമുണ്ട്, ദൈവം കൊടുക്കുന്ന സന്തോഷമുണ്ട്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ലോകം കൊടുക്കുന്ന സന്തോഷം എന്താണ്? അത് ടെമ്പററി ആണ്. നമുക്കറിയാം, ലോകത്തിൽ ജീവിക്കുന്നത് എന്ത് ചെയ്യും? തങ്ങൾ സന്തോഷിക്കണം എന്ന് എന്ത് ചെയ്യും? ഒരു സിനിമ കാണാൻ പോകും, പോയി കണ്ട് സന്തോഷിക്കും, അല്ലെങ്കിൽ ചിരിക്കും. ഒരു കോമഡി പടമോ കാണാൻ എത്ര മണിക്കൂർ? ഒരു 3 മണിക്കൂർ. പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞ് എന്ത് ചെയ്യും? പിന്നെയും അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, സകലതും അവർ ഫേസ് ചെയ്യും. പക്ഷെ ദൈവ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന സന്തോഷം എന്താണ്? അത് പൂർണ്ണമായി നിൽക്കും. നമുക്ക് വായിക്കാം നെഹെമ്യയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. നമുക്കറിയാം, നെഹെമ്യയുടെ പുസ്തകം അവൻ ഏകദേശം യെരുശലേമിന്റെ മതിൽ പണിയപ്പെട്ട ഒരു വ്യക്തിയാണ്. പണികൾ തീർത്ത ശേഷമാണ് ഇദ്ദേഹം പറയുന്ന വാക്യമാണ് നമുക്ക് 2-ാം ഭാഗത്തിൽ വായിക്കാൻ കഴിയും. യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അത് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ കഴിയും. The joy of the Lord is your strength. അപ്പോ യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു നെഹെമ്യ. അങ്ങനെയെങ്കിൽ നമ്മുടെ സന്തോഷം കർത്താവാണോ അല്ലെങ്കിൽ ലോകമാണോ? നമ്മൾ പലപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുന്നുണ്ട്, ലോകത്തിലും സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ഈ ലോകത്തിൽ സന്തോഷം വരുമ്പോൾ അത് എത്ര സമയം നിൽക്കും? കുറച്ച് സമയം മാത്രമേ നിൽക്കാൻ കഴിയൂ. നമുക്ക് പൂർണ്ണമായി നമുക്ക് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൾ എന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം എല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. നമുക്ക് വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയർ 3-ാം അധ്യായം 1-ാം വാക്യം. ഇവിടെ പൗലോസ് പിന്നെ എഴുതി പറയുന്നുണ്ട്, എന്താണ്? ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. പൗലോസ് എന്തുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കാൻ എഴുതി കൊടുക്കുന്നത്? ആർക്ക്? ഫിലിപ്പിയർക്ക് എഴുതിയ സഭയ്ക്ക് എഴുതുമ്പോൾ. എന്നാൽ ഫിലിപ്പിയർ സഭയിൽ വല്ലാത്ത പ്രതികൂലത്തിൽ കടന്നുപോയപ്പോൾ പൗലോസ് പിന്നെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കും. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ആശ്രയം നമുക്ക് വെക്കാൻ കഴിയില്ല. സ്മിത പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ എന്താണ്? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താണ്? ഫുൾ ഓക്യുപ്പൈ ആകുന്നത് എന്താണ്? ആ വിഷയത്തെയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ദൈവത്തെ കുറിച്ചുള്ള ചിന്തിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിൽ പോയി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കണമോ എന്നൊരു ചിന്ത പോലും നമുക്ക് ഇല്ല. നമുക്ക് ദൈവത്തിൽ സന്തോഷം കഴിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യം നോക്കേണ്ട. നമ്മുടെ വീഴ്ച അവിടെയാണ്. നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? എനിക്ക് വളരെ പ്രശ്നങ്ങൾ എനിക്ക് മുൻപിൽ എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? എന്റെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ ഞാൻ എപ്പോഴും എന്ത് ചെയ്ത് ഞാൻ നോക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ദൈവത്തിൽ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ദൈവസ്ഥലിൽ പോയി പ്രാർത്ഥിക്കാനോ, എനിക്ക് ദൈവസ്ഥലിൽ പോയി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ജയം എടുക്കാൻ കഴിയാത്ത കാരണം എന്റെ മുൻപിൽ എന്താണ്? ഇത് നോക്കി ചിന്തിച്ച് എന്താവും എന്ന് നമ്മൾ തന്നെ ആവശ്യമില്ലാതെ ചിന്തിച്ച് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ചെറിയ ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യും? പെരിയ ഒരു കൊട്ടാരം പോലുള്ള ഒരു വീട് നമ്മൾ കത്തിക്കഴിഞ്ഞു. ആകെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിച്ച് കൂട്ടിയത് എന്താണ്? ഒരു കൊട്ടാരം. അവസാനം നമ്മൾ തീരുമാനം, ഇനി എനിക്ക് വിടുവിക്കാൻ ആരുമില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് അതിനു വേണ്ടിയല്ല നമ്മൾ വിളിച്ചത്. നിങ്ങളുടെ മുന്നിലെ പ്രശ്നങ്ങളെ മറികടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അവരുടെ കൂട്ടായ്മ നാം നിൽക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വേണം, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഈ പ്രശ്നത്തെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ ഇത് മറികടക്കും. നിങ്ങൾ ബലം കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ സ്വയം ബലം കൊണ്ട്, നിങ്ങളുടെ ശക്തി കൊണ്ടും ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ അവിടേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അവന്റെ കൂടെ ഞാൻ ഒരുമിച്ച് വരുമ്പോൾ ദൈവം എന്നെക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും.
ഇത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അതിന് കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ജയിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയൂ. അപ്പോൾ നിങ്ങൾ പ്രശ്നത്തെ കണ്ടി ഭയപ്പെടത്തില്ല. ദൈവം എന്റെ കൂടെ ഉണ്ട്. ആ ദൈവത്തെ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയർ 4:4 വാക്യം. പിന്നെയും പറഞ്ഞത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പ്രതികൂലത്തിൽ കടന്നുപോയ സഭയ്ക്ക് എഴുതിയ വാക്കാണ് പൗലോസ്. ഇതാണ്, നിങ്ങൾ പ്രശ്നങ്ങൾ നോക്കണ്ട, നിങ്ങൾ ദൈവത്തിൽ സന്തോഷിപ്പേ. പിന്നെയും പുള്ളി പറയുന്നതാണ്, പിന്നെയും ദൈവത്തിൽ സന്തോഷിപ്പേ. നിങ്ങൾ പ്രശ്നങ്ങൾ നോക്കേണ്ട, പ്രതികൂലം നോക്കേണ്ട, നിങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുക. നിങ്ങൾ ദൈവത്തിൽ സന്തോഷിച്ചാൽ ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പായി നിൽക്കുമ്പോൾ അവിടെ മോശ ഒരു വാക്ക് പറയുന്നത്. അവിടെ പുറകെ ആർ വന്നു? ഫർവോൻ വന്നു. ഫർവോൻ അവർ പിടിക്കാൻ വന്നപ്പോൾ മോശ പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ മിണ്ടാതിരുന്ന് യഹോവയുടെ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ പോലെ നിങ്ങൾ എന്ത് ചെയ്യണോ? മിണ്ടാതെ നമ്മുടെ പ്രവൃത്തിയെ കാണും. ചില സമയത്ത് ദൈവം നമ്മൾ പറയുന്ന നമ്മൾ മിണ്ടാതെ നിൽക്കണം. അതിന്റെ കാരണം നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരു അക്ഷരം പോലും പറയരുത്. നിങ്ങളുടെ വായുടെ തുറന്ന് നെഗറ്റീവായിട്ട് പറയരുത്. ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതെനിക്ക് ജയിക്കാൻ കഴിയത്തില്ല എന്ന് പറയരുത്. നിങ്ങൾ ചെയ്യണം മിണ്ടാതെ. കർത്താവേ, അങ്ങനെ സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, നീ എന്നെ ജയമായി നടത്തും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കാൻ പോകും. ദൈവം എനിക്കായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. അവിടെ ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നമ്മൾ ഒരിക്കലും അവിശ്വാസമായ അക്ഷരങ്ങൾ നാവ് കൊണ്ട് പറയരുത്. വിശ്വാസ വാക്കുകൾ മാത്രമേ പറയണം. ചിലപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുഭവമില്ലാതിരിക്കും. ஆனால் നിങ്ങൾ പറയണം, എന്റെ ദൈവത്താൽ ഞാൻ ഈ പ്രശ്നത്തെ ഞാൻ മറികടക്കും. ദൈവം എന്നെ കൊണ്ട് മറികടത്തും. ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് ദൈവത്തിൽ നിങ്ങൾ കേന്ദ്രീകരിച്ചാൽ, പറയട്ടെ, നിങ്ങൾക്ക് മുൻപായി കർത്താവ് ദൂതൻ അയച്ച് സകല ദുർവഴികളും ദൈവം നിറപ്പാക്കി നിങ്ങൾ ജയമായി നടത്തും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുക. വചനം കർത്താവ് ഇപ്പോൾ സന്തോഷിപ്പിൻ ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ നമ്മളുടെ സന്തോഷം ദൈവത്തിലായിരിക്കണം. ദൈവമല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും നിങ്ങൾ സന്തോഷിക്കുന്നു വിചാരിച്ചാൽ ഞാൻ പറയട്ടെ, അവിടെ നിങ്ങൾക്ക് ദുഃഖം മാത്രമേ ലഭിക്കൂ. പക്ഷെ ദൈവത്തിൽ നിങ്ങൾ സന്തോഷം ഉണ്ടായിട്ട് ആ സന്തോഷം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സന്തോഷം മക്കളുണ്ട്. ഞാൻ പറയട്ടെ, മക്കളല്ല. മക്കളെ നിങ്ങൾ ആശ്രയിച്ചാൽ അവിടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കത്തില്ല. പകരം എന്ത് ലഭിക്കും? ദുഃഖം മാത്രമേ ലഭിക്കും. നിങ്ങൾ വിചാരിക്കും എന്റെ മോൻ എന്നെ കൈവിടത്തില്ല. ഇല്ല, ഞാൻ പറയട്ടെ, നിങ്ങളുടെ മോനും ചിലപ്പോൾ കൈവിടും. പക്ഷെ കൈവിടാതെ ദൈവമുണ്ട്, നമ്മുടെ ദൈവം. അവനെ നോക്കി പിടിച്ചാൽ ഞാൻ പറയട്ടെ, ആ ദൈവം ആ മകൻ മൂലം സംസാരിക്കും, എന്റെ അമ്മയെ കൈവിടരുത്. മനസ്സിലാവില്ല. നമ്മുടെ ആശ്രയം, നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം സകലതും ദൈവമായിരിക്കണം. ദൈവമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി എന്റെ ഭർത്താവിന്റെ അടുക്ക് ദൈവം സംസാരിക്കും, അവരുടെ സ്വഭാവങ്ങൾ മാറുവാൻ. പക്ഷെ നാം ചെയ്യുന്നത് എന്താണ്? ദൈവത്തെ മാത്രം കേന്ദ്രീകരിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് മൊത്തം 6 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെ പറയാൻ പറ്റും? നാം ക്രിസ്തുവിൽ വളരണമെങ്കിൽ ഏകദേശം 6 കാര്യം പറഞ്ഞു. ആദ്യത്തെ കാര്യം എന്തായിരുന്നു? വീണ്ടും ജനനം. ഓക്കെ. രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. മൂന്നാമത്തെ കാര്യം പുതിയ സൃഷ്ടി. ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്. നാം പുതുക്കം പ്രാപിക്കണം. നാം പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളണം. സത്യത്തിലും നീതിയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നാം മുൻപോട്ട് നടക്കണം. നാലാമത്തെ കാര്യം ദൈവമായിട്ടുള്ള കൂട്ടായ്മ അത്യാവശ്യമാണ്. ഓക്കെ. അഞ്ചാമത്തെ കാര്യം നമുക്ക് സമാധാനം. നാം എല്ലായ്പ്പോഴും ദൈവത്തിന്റെ അടുക്കൽ പ്രാപിക്കണം. ദൈവത്തിന്റെ സമാധാനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആറാമത്തെ കാര്യം ക്രിസ്തുവിൽ നാം എല്ലായ്പ്പോഴും സന്തോഷിക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ എന്തായിരിക്കണം? യേശു ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലം വന്നാലും പ്രശ്നങ്ങൾ വന്നാലും നാം അത് നോക്കത്തില്ല. നമ്മുടെ ചിന്ത, നമ്മുടെ കണ്ണെല്ലാം ദൈവത്തിലായിരിക്കും. നമുക്ക് സമാധാനം കിട്ടും.
നമുക്ക് എന്താണ്? ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എന്നെ ജയമായി നടത്തുന്നു. ഈ വചന കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിന് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം.